ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അബുദാബി മുസഫ റെസിഡൻഷ്യൽ ഏരിയകളിൽ മിക്ക കെട്ടിട ഉടമകളും 30% വരെ വാടക കൂട്ടുമെന്ന് അറിയിപ്പ് നൽകിയതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ ആശങ്കയിൽ. വാടക കരാർ പുതുക്കാറായവർക്ക് ഒറ്റയടിക്ക് 20,000 ദിർഹം വരെ വർദ്ധിപ്പിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചത്. മലയാളികൾ ഏറെ താമസിക്കുന്ന സ്ഥലത്താണ് ഈ വാടക വർധനവ്. അടുത്ത വർഷം മുതൽ ഇത്തിഹാദ് മെട്രോ റെയിൽ പ്രദേശത്തു കൂടി ഓടിത്തുടങ്ങുമെന്നതാണ് വാടക കൂട്ടുന്നതിന് കാരണമായി പറയുന്നത്. പുതുക്കുന്നതിനേക്കാൾ കൂടിയ നിരക്കാണ് പുതുതായി വാടക കരാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകേണ്ടി വരിക. അതിനാൽ പല കെട്ടിട ഉടമകളും 5 മുതൽ 30% വരെ വാടക കൂട്ടിയിട്ടും നിലവിലെ കരാർ പുതുക്കാൻ നിർബന്ധിതരാവുകയാണ് പലരും. കുറഞ്ഞ വാടകയുള്ള കെട്ടിടങ്ങൾ പ്രദേശത്ത് ലഭ്യമല്ലാത്തതും പുതിയ കെട്ടിടങ്ങൾ വരാത്തതും നിലവിലുള്ളവയിൽ ഒഴിവില്ലാത്തതുമാണ് താമസക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. 40,000 ദിർഹം വാർഷിക വാടകയുണ്ടായിരുന്ന 2 കിടപ്പുമുറി ഫ്ളാറ്റിന് 60,000 ദിർഹമാക്കിയാണ് വർധനവ്. ജല വൈദ്യുതി നിരക്ക് മാസം 1000 ദിർഹം കടക്കും. ഇതിനു പുറമെ 5,000 ദിർഹം ഡെപ്പോസിറ്റ്, 1000 ദിർഹം ജലവൈദ്യുതി ഡെപ്പോസിറ്റ്, 5% വാറ്റ്, ഇന്റർനെറ്റ് രജിസ്ട്രേഷൻ ഫീസ്, കെട്ടിടത്തിന്റെ വാച്ച്മാനുള്ള സ്നേഹോപഹാരം എന്നിവ കൂടി ചേർത്താൽ വീണ്ടും തുക കൂടും. ബ്രോക്കർമാരുടെ കമ്മീഷൻ വേറെയും. കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നതാണ് കുത്തനെയുള്ള വാടക വർധനവെന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പരാതിപ്പെടുന്നു. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിലേക്കുള്ള അൽ ഇത്തിഹാദ് സ്ട്രീറ്റ് അടച്ചിടുന്നതായി അജ്മാൻ പോലീസ് ജനറൽ കമാൻഡ് അറിയിച്ചു. ദുബൈ മീഡിയ ഓഫീസ് ഇന്നലെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ അടച്ചിടൽ ജൂൺ 14-ന് ആരംഭിക്കും. റോഡ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെ ദിവസേന രാത്രി 10 മുതൽ രാവിലെ 5 വരെ റോഡ് അടച്ചിടുന്നത് തുടരും. അതേസമയം ഗതാഗത തടസ്സം ഒഴിവാക്കാൻ പകരം വഴികൾ ഉപയോഗിക്കണമെന്ന് അജ്മാൻ പോലീസ് ഡ്രൈവർമാരോട് അഭ്യർത്ഥിച്ചു. ഖത്തർ പബ്ലിക് വർക്ക്സ് അതോറിറ്റിയുടെ പുതിയ അറിയിപ്പ് പ്രകാരം 2025 ജൂൺ 17 മുതൽ അൽഖോർ ഇന്റർചേഞ്ചിൽ ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കും. 2025 ജൂൺ 12-നാണ് അതോറിറ്റി ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ദോഹ റോഡ് ദിശയിലായിരിക്കും ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരിക. ഈ നിയന്ത്രണങ്ങൾ തുടർച്ചയായി 44 ദിവസം നീണ്ടുനിൽക്കും. അതായത് 2025 ജൂലൈ 31 വരെയായിരിക്കും. ഈ കാലയളവിൽ ഓരോ ദിവസവും അർദ്ധരാത്രി മുതൽ രാവിലെ 12 മണി വരെ റോഡ് അടച്ചിടുന്നതായിരിക്കും. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് ഈ നിയന്ത്രണം. യാത്രക്കാർ പകരം പാതകൾ ഉപയോഗിക്കണമെന്നും യാത്രാ സൂചനകൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മേഖലയിലെ പുതിയ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ കാലതാമസം ഒഴിവാക്കാൻ ടെർമിനലിൽ എത്തുന്നതിന് മുമ്പ് അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് വിമാനത്തിന്റെ സമയക്രമങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. യാത്രാ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും ഷെഡ്യൂൾ മാറ്റങ്ങളോ കാലതാമസമോ യാത്രക്കാരെ അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർ വിലായത്തിൽ സ്വകാര്യ കമ്പനിയിൽ വൻ തീപിടുത്തം. ഇന്നലെ പകൽ സമയത്താണ് കമ്പനിയുടെ സാധനങ്ങൾ സൂക്ഷിച്ച ഭാഗത്ത് തീപിടുത്തമുണ്ടായത്. അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അഗ്നിശമന സേനയെത്തി ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. അപകടത്തിന് പിന്നാലെ പ്രദേശത്താകെ പുക നിറഞ്ഞിരുന്നു. ചൂട് വർദ്ധിച്ചതിന് പിന്നാലെ കെട്ടിടങ്ങളിലും വാഹനങ്ങളിലും കൃഷിസ്ഥലങ്ങളിലും ഉൾപ്പെടെ രാജ്യത്ത് തീപിടുത്തങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഖസായിൻ ഇക്കോണമിക് സിറ്റിയുടെ ഭാഗമായി ഫുഡ് സിറ്റിയിൽ പാനീയ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നു. ഇത് സംബന്ധിച്ച് സൊഹർ ഫുഡ് ആൻഡ് ബിവറേജ് അൽ-ലൈസിയുമായി കരാറിലെത്തി. 15,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 8 ദശലക്ഷം റിയാൽ ചെലവഴിച്ചാണ് പാനീയ നിർമ്മാണ യൂണിറ്റ് ഒരുക്കുന്നത്. കാർബണേറ്റഡ് പാനീയങ്ങളും പ്രകൃതിദത്ത ജ്യൂസുകളും ഖസായിൻ ഫുഡ് സിറ്റിയിൽ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇൻവെസ്റ്റ് ഇൻ ഒമാൻ ലോഞ്ചിംഗ് വഴി ഒമാനിൽ കൂടുതൽ നിക്ഷേപങ്ങൾ സാധ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പാനീയ നിർമ്മാണ കേന്ദ്രം വരുന്നത്. ഭക്ഷ്യ സുരക്ഷയും പ്രാദേശിക വ്യവസായങ്ങളുടെ വളർച്ചയും ഇതുവഴി സാധ്യമാകുന്നു എന്നും അധികൃതർ പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യ കലവറയാകാൻ ഒരുങ്ങുകയാണ് ഖസായിനിൽ ഫുഡ് സിറ്റി വരുന്നത്.
ഖസായിൻ ഇക്കോണമിക് സിറ്റിയോട് ചേർന്ന് 10 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വമ്പൻ ഫുഡ് സിറ്റി വരുന്നത്. സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ 50 ദശലക്ഷം റിയാൽ ചെലവിലാണ് ഖസായിൻ സിറ്റി. ഇതിലെ പ്രധാന ഭാഗമായാണ് ഭക്ഷ്യനഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം, പാനീയ ഉൽപ്പാദനം, പാക്കേജിംഗ്, വിതരണം, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഫുഡ് ഇൻഡസ്ട്രീസ് സോൺ ഇവിടെയുണ്ടാകും. ഒമാനിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഹബ്ബാക്കി മാറ്റുന്ന ഫുഡ് സിറ്റിയുടെ മൊത്തം നിക്ഷേപം 40 ദശലക്ഷം ഒമാനി റിയാലാണ്. സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് പിന്തുണയേകുന്നതാണിത്. പശ്ചിമേഷ്യയെ യുദ്ധഭൂമിയാക്കി ഇറാനിൽ ഇസ്രായേൽ ആക്രമണം. ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരി, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹുസൈൻ സലാമി എന്നിവർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. സാധാരണക്കാരും ഉൾപ്പെടെ 786 പേരും 20 കമാൻഡർമാരും കൊല്ലപ്പെട്ടതായാണ് വിവരം. 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇതിനു പിന്നാലെ ഇസ്രായേൽ ലക്ഷ്യമിട്ട് 100-ലേറെ ഡ്രോൺ ആക്രമണവുമായി ഇറാനും രംഗത്തെത്തി. ഇന്നലെ പുലർച്ചെയോടെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ നദാൻസ് ആണവ കേന്ദ്രം ഉൾപ്പെടെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണം മണിക്കൂറുകൾ നീണ്ടുനിന്നു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യമെങ്കിൽ ഓപ്പറേഷൻ ദിവസങ്ങളോളം തുടരുമെന്നും വ്യക്തമാക്കി. ഇറാന് ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നും തടഞ്ഞില്ലെങ്കിൽ അവർക്ക് ആണവായുധം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും ആക്രമണത്തിനു പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിച്ചതായും നെതന്യാഹു സ്ഥിരീകരിച്ചു. ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനേയും രംഗത്തെത്തി. ഇസ്രായേൽ സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ വിധി നിർണയിച്ചിരിക്കുകയാണെന്നും അത് അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നും ഖനായി പറഞ്ഞു. ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും ഇറാൻ വ്യക്തമാക്കി. 2 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുകയും ചെയ്തു. ഇറാൻ മിസൈലാക്രമണത്തിൽ മധ്യ ഇസ്രായേലിൽ 7 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപം തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെയും ഒഴിപ്പിച്ചു. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു. പരമാധികാര സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അപകടകരവും വീണ്ടും വിചാരമില്ലാത്തതുമായ നീക്കമാണെന്നും ഇത് നിരവധി പേരുടെ മരണത്തിന് കാരണമായെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് ഈ നടപടിയെന്നും ഒമാൻ ചൂണ്ടിക്കാണിച്ചു. ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കുകയും മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുമെന്നും ഒമാൻ മുന്നറിയിപ്പ് നൽകി.